വെറുതെ പറഞ്ഞാൽ എന്താ എഴുതുന്നേ? കഥ എഴുതുവാന്നോ? കഥയാ? പിന്നെ കണക്കെഴുതുന്നടി. ഒപ്പോ ഇതിന് മാത്രം കണക്കെന്തോ ഇരിക്കുന്നേ? നമ്മുടെ ഒരു മാസത്തെ കയ്യിലുള്ള വരുമാനവും ചെലവും, എത്ര വരുമാനമുണ്ട് എത്ര ചെലവുണ്ട് എന്ന് കൃത്യമായി എഴുതി സൂക്ഷിക്കണം. അങ്ങനെ എഴുതി സൂക്ഷിച്ചാലേ കയ്യിരിക്കുന്ന കാശ് ഇരട്ടിക്കോ? ഇതാണ് നിങ്ങളുടെ കുഴപ്പം. ഇതാണ് നിങ്ങളുടെ കുഴപ്പം. കണക്കില്ലാതെ കാശ് ചെലവാക്കും, ഒന്നും എഴുതി വെക്കുകയില്ല. അവസാനം അത്യാവശ്യത്തിന് കാശ് നോക്കുമ്പോ കയ്യിൽ തന്റെ വട്ട പൂജ്യോ. കണക്ക് എഴുതി വെച്ച കയ്യിൽ നിറയെ കാശുണ്ടാവോ? അതെ, ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. നോക്കിയേ, ഇന്നലെ ഞാൻ ബാങ്കിൽ നിന്നും പിൻവലിച്ചത് 12,000 രൂപ. എന്റെ പേഴ്സിലുണ്ടായിരുന്ന പൈസ 356. അപ്പൊ 12,000 അധികം 356. മൊത്തം എന്റെ കയ്യിലുള്ള കാശ് എത്ര? 12,356 രൂപ. ഇനി ചെലവായ പൈസയാണ് ഞാൻ ഇങ്ങനെ എഴുതിയിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ കൃത്യമായ രീതിയിൽ ഏതൊക്കെ ഇതില് എന്തൊക്കെ ചെലവായി എന്ന് കൃത്യമായിട്ടുള്ള കണക്ക് നമുക്ക് കിട്ടും. ഏതെങ്കിലും ചെലവ് കൂടി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത മാസം ആ ചെലവിനെ നമുക്ക് കുറയ്ക്കാം, നിയന്ത്രിക്കാം. ഇത് വല്ലാത്തൊരു ഭ്രാന്ത് തന്നെ. കണക്ക് കൂട്ടുന്നതാ അല്ല, എന്റെ ഇച്ചായന്റെ കാശ് ഇച്ചായന്റെ അക്കൗണ്ടിൽ നിന്ന് ഇച്ചായന്റെ ആവശ്യത്തിന് വേണ്ടി ഇച്ചായൻ തന്നെ ചെലവാക്കുന്നത്. ഇച്ചായൻ തന്നെ എന്തിനാ കണക്ക് എഴുതിയിടുന്നേ? വേറെ ആരെങ്കിലും ഇത് ബോധിപ്പിക്കാനുണ്ടാ? പിന്നെ എന്തിനാ ഇച്ചായ ഇങ്ങനെ കുത്തിയിരുന്ന് എഴുതുന്നേ? എന്റെ പൊന്നെ, ഞാൻ പറഞ്ഞതെല്ലാം തിരിച്ചെടുത്ത് കണക്കിന്റെ കാര്യം നിന്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യം തോന്നുന്നു. 4ഉം 3ഉം എത്രന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പപ്പ അടിക്കണ നീയാ. 4ഉം 3ഉം എത്രന്ന് ചോദിച്ചാൽ നീ ഉത്തരം പറയൂ. പിന്നെ 4 3 എത്ര? 4 3 എത്ര? 4 3 7. അപ്പൊ 5 2 5 2 5 2 5 2 എത്രയെന്ന് എനിക്കറിയാം. 5 2 7. അപ്പൊ 16 15 എത്ര? 16 15 എത്ര? 16 15 എനിക്കറിയാം. എഴുതി കൂട്ടിയാലേ നിനക്ക് പറയാൻ പറ്റൂ. ഇത്ര നിസ്സാരമായ കണക്ക് ചോദിച്ചിട്ട് പോലെ നീ ബബ്ബ അടിക്കുന്നത് കൊണ്ടാണ് എല്ലാ PSC പരീക്ഷയ്ക്ക് നീ തോറ്റ് തുന്നം പാടുന്നത്. വെറുതെ വീട്ടിലിരിക്കുമ്പോ ഇമാതിരി കണക്കുകളൊക്കെ ഒന്ന് കൂട്ടി പഠിക്കണം. അത് ജീവിതത്തിന് ഉപകാരം ചെയ്യും. ആര് ചെത്തന്ന്? 16 15 31 കിട്ടി 31. അങ്ങനെയാണെങ്കിൽ 15 16 എത്ര? 15 16 15 16 ഒന്ന് പോയി ഇവിടെ കണക്ക് പരീക്ഷ നടത്തു വന്നോ? എനിക്ക് വേറെ ജോലിയുണ്ട്. അതിന് ഞാൻ ഇങ്ങോട്ട് ക്ഷണിച്ചില്ലല്ലോ. നീ ഒന്നുകൂടെ പോയി തന്നാ എനിക്ക് സ്വസ്ഥമായിട്ട് കണക്കൊന്നും എഴുതായിരുന്നു. ഒരു കണക്കുമ്പോൾ വന്നിരിക്കുന്നു. 16 15 31 കാര്യം അറിയാം. അതൊന്നും മറിച്ചിട്ട് 15 16 എന്ന് ചോദിച്ചപ്പോ അവക്ക് അറിഞ്ഞൂടാ. ഇതാണ് ഞാൻ പറയുന്നത്, എന്റെ പെണ്ണുമ്പിള്ളയെ പോലൊരു ലോക മണ്ടി. രാമൻകുട്ടിച്ചേട്ടന്റെ കടയിൽ കൊടുത്തത് 171. അങ്ങനെ ആകെ ചെലവ് 6985. 1371. ആ 2000 രൂപ അടിച്ച് മാറ്റിയിട്ടാണ് അവൾ ഇവിടെ വന്നിരുന്ന് പ്രസംഗിച്ചത്. ഞാൻ കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ കൃത്യമായി പിടിക്കുമെന്നവർക്ക് നന്നായി അറിയാം. അതുകൊണ്ടാണ് അതിൻ്റെ ഇടയിൽ ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടി ഇവിടെ കുറേ പ്രസംഗം നടത്തിയത്. നീ എന്നാ ഈ പണി തുടങ്ങി? കല്യാണം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം പോലെ ഞാൻ അടുക്കള കയറിയതാ. ഇപ്പോഴാണോ കാണുന്നത്? അടുക്കള പണിയല്ല ഞാൻ പറഞ്ഞു. നീ എന്നാ ഈ പണി തുടങ്ങിയെന്ന്? ഏത് പണി? മോഷണം. എന്തോന്ന്? നീ മോഷണം തുടങ്ങിയ എന്ന് മുതലാണെന്ന് മനസ്സിലായില്ല. അതിന് മനസ്സിലാക്കാൻ വേണ്ടി വേറൊന്നും ഇല്ലല്ലോ. കാശെടു. എന്റെ പൊന്നിച്ചായ അറിയാത്ത കാര്യം പറയല്ലേ. ഞാൻ ഇച്ചാന്റെ പേഴ്സ് കണ്ടിട്ട് പോലും ഇല്ല. ഇതിനകത്ത് 2000 പോയാ എനിക്കങ്ങനെ ആരുടെ കാശ് കട്ടെടുക്കേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് ആവശ്യമുണ്ട് എന്റെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞത്. എനിക്ക് അച്ഛൻ ഇഷ്ടം പോലെ കാശ്. നിന്റെ അപ്പനെ കുറിച്ചൊന്നും പറയണ്ട. 5ന്റെ പൈസ സ്ത്രീധനം തന്നില്ല എന്ന് മാത്രമല്ല, അവസാനം നിന്നെ ട്യൂഷൻ പഠിപ്പിച്ച 6 മാസത്തെ ഫീസ് അയാൾ ഇപ്പോഴും എനിക്ക് തരാനുണ്ട്. ചന്ദ്രൻ അതിനിടയ്ക്കിടയ്ക്ക് നിങ്ങളിങ്ങനെ
പറയുന്നേ? അത് ഞാൻ ഇടക്കിടക്ക് പറയും. നിന്നെ കെട്ടിയിട്ട് അന്ന് മുതൽ നിനക്ക് ഉടുക്കാനും ഇരിക്കാനും കുളിക്കാനും നനയ്ക്കാനും ഒക്കെ ഉള്ള സകലമായ ചെലവ് നോക്കുന്നത് ഞാനാണ്. ഉടുക്കാൻ വാങ്ങിച്ചിരുന്ന കാര്യം പറയാണ്ടിരിക്കുന്നേ നല്ലത്. ഉടുക്കാൻ വാങ്ങിച്ചായിരുന്നു. ഇപ്പോഴല്ലേ എനിക്ക് പിടികിട്ടിയത്. എന്തോന്ന്? നീ കഴിഞ്ഞ ദിവസം ഒരു ചുരിദാർ വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാനത് പറ്റില്ല എന്ന് പറഞ്ഞു. അതിനു വേണ്ടി നീ എന്റെ പേഴ്സിൽ നിന്ന് 2000 രൂപ എടുത്തു അല്ലേ? ഇപ്പഴാ എനിക്ക് മനസ്സിലായത്. എനിക്ക് കഴിഞ്ഞ ദിവസം ചുരിദാർ വേണമെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അത് വാങ്ങി തരാതിരിക്കാൻ ഓരോ നമ്പറായിട്ട് വരുവാ അല്ലേ? ഞാൻ കാശ് എടുത്തു നിച്ചാൽ വരുത്തി തീർത്താ പിന്നെ ഞാൻ ചുരിദാർ ചോദിക്കാൻ വരത്തില്ലല്ലോ. വേണ്ടല്ലേ, ഉരുണ്ട് കളിക്കരുത്. എന്തോ നിച്ചായ? ഞാന് ഇന്നലെ രാവിലെ 10:30 മണിക്കാണ് ബാങ്കിൽ നിന്ന് 12,000 രൂപ എടുത്തത്. എന്റെ കയ്യിലുണ്ടായിരുന്ന 356 രൂപ കൂടെ കൂട്ടി 12,356. അതിന് ഞാൻ 10:30 മണിക്ക് നേരെ സ്കൂളിൽ പോകുന്നു. 4 മണി വരെ ഞാൻ സ്കൂളിൽ തന്നെ ഉണ്ടായിരുന്നു. വേറെ ആരെയും കണ്ടിട്ടില്ല, ആർക്കും 5 പൈസയും കൊടുത്തിട്ടില്ല. അത് കഴിഞ്ഞ് ഞാൻ 4 മണിക്ക് നേരെ പ്രഭാകരന്റെ പലചരക്ക് കടയിൽ കയറി പറ്റി കണക്ക് നോക്കുന്നു. 1850 രൂപ അവിടെ കൊടുക്കുന്നു. അതിനുശേഷം ചാക്കോച്ച ചേട്ടന്റെ ചിട്ടി ഓഫീസിൽ കയറി 2500 രൂപ കൊടുക്കുന്നു. വഴിയിൽ വെച്ച് സുധാരണ കണ്ട് പാലിന്റെ 1050 രൂപ കൊടുക്കുന്നു. ശശിയുടെ 2 മാസത്തെ പത്രത്തിന്റെ പൈസ 450. ബീഫ് വാങ്ങിയിട്ട് നിനക്ക് ബീഫ് കിട്ടണമെന്ന് കഴിഞ്ഞാൽ പറഞ്ഞില്ലേ, അത് ആ പൈസ ഞാൻ കൊടുത്തു 450 രൂപ. പച്ചക്കറി കടയിൽ 168 രൂപ. ബാഗുലൈന്റെ തയ്യക്കടയിൽ കൊടുക്കാനുള്ള 500 രൂപ. രാമൻകുട്ടിയുടെ ചായക്കടയിൽ കയറി ഒരു ചായയും വടയും കഴിച്ചു 17 രൂപ. അങ്ങനെ ആകെ 6985 രൂപ. പേഴ്സിലുണ്ടായിരുന്ന മൊത്തം പൈസ 12,356. 12,356 നിന്നും 6,985 രൂപ കുറച്ചാൽ 5,371 രൂപ വരണം. എടീ, നീ എന്ത് ചെയ്തെന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്. 5,371 രൂപ ബാലൻസ് വരണം. പക്ഷെ എന്റെ കയ്യിൽ 3,371 രൂപയേ ഉള്ളൂ. ആ 2000 രൂപ എവിടെ? എന്റെ പേഴ്സിനകത്ത് 2000-ന്റെ പക്ഷെ ആ പൈസ കാണാനില്ല. അതാണ് ഞാൻ ചോദിച്ചത്, എവിടെയെന്ന്. ഇത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെയല്ല. നിന്റെ ആവശ്യത്തിന് അനാവശ്യത്തിന് കാശ് ദൂർത്തടിക്കുമ്പോഴൊന്നും ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഇത് അങ്ങനെയല്ല, ഇത് വകുപ്പ് വേറെയാണ്, മോഷണമാണ്. കൊടുക്കോടി, കേസ് കൊടുക്കും. രാവിലെ മുതൽ വൈകുന്നേരം വരെ പിള്ളേരുടെ മുമ്പിൽ വായിട്ടളിച്ച് ഞാൻ ഉണ്ടാക്കുന്ന കാശാണ്. ആ കാശ് ഭർത്താവിന്റെ പോക്കറ്റിൽ നിന്ന് അടിച്ചു മാറ്റിയല്ല വേണ്ടത്. പോലീസിന്റെ പേരും പറഞ്ഞ് എന്നെ പേടിപ്പിക്കാൻ പറയല്ലേ. ഞാൻ പോലീസിന്റെ ഫാമിലിയിലുള്ളതാ. ഒന്ന് പോയി ചായ കാണിച്ചു തരാം. ചേട്ടാ, ഇന്നലെ 2000 രൂപ എങ്ങോട്ട് പോയി? രാമൻകുട്ടി ചേട്ടന്റെ കടയിൽ കൊടുത്തത്, പലവചന കടയിൽ കൊടുത്തത്, ഇത് കൊടുത്തത്, അതെല്ലാം കണക്കാ. കണക്ക് തെറ്റിയതാവും, ഞാൻ എടുത്തിട്ടില്ല. ചുമ്മാ എന്റെ കണക്ക് അങ്ങനെ തെറ്റാറൊന്നുമില്ല. എന്റെ ഈ ചെലവുകളും വരവുകളും ഒക്കെ എഴുതി തുടങ്ങിയത് ഇന്നും ഇന്നലെയല്ല. എത്ര കാലമായി ഞാൻ അങ്ങനെ എഴുതി സൂക്ഷിക്കുന്ന. നോക്കണേ, ഓർമ്മയുടെ കാര്യത്തിൽ എന്റെ തലേന്ന് പറഞ്ഞ കമ്പ്യൂട്ടർ 1 രൂപ ഉണ്ടെങ്കിൽ കൂടി ഞാനത് ഇതിനകത്ത് എഴുതി വെച്ചേക്കും. ഞാൻ ഇന്നലെ സ്കൂളിൽ നിന്ന് വരുന്ന വഴിക്ക് വീട്ടിൽ ഇവിടെ വന്ന സമയത്ത് ഈ പേഴ്സിൽ ആ പൈസ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ജംഗ്ഷനിലോട്ട് പോയ സമയത്ത് പേഴ്സ് എടുത്തില്ല. ശരി തന്നെയാണ്. ആ സമയത്തൊക്കെ വീട്ടിൽ നീ മാത്രമേ ഉള്ളൂ. എന്നാലും നമ്മളൊരു കാര്യം മറന്നുപോയി. ഇന്നലെ നമ്മുടെ ബെഡ്റൂമിലെ ബാത്റൂമിന്റെ പൈപ്പ് കേടായില്ലേ? അത് വീണ്ടും കേടായ? അത് ഇന്നലെ ശാന്തം വന്ന് ശരിയാക്കിയല്ലേ? അതിന്റെ പ്രശ്നം. ശാന്തൻ ഇന്നലെ എപ്പോഴാ വന്നത്? വൈകുന്നേരം. ഇച്ചയൻ സ്കൂളിൽ നിന്ന് വന്നിട്ട് പുറത്തു പോയ സമയത്ത് ശാന്തൻ ഇവിടെ വന്നു. ഞാൻ അവനെ നമ്മുടെ ബെഡ്റൂമിലെ പൈപ്പ് കൊണ്ട് എന്നിട്ട് ഞാൻ ഇങ്ങ് താഴെ വന്നു. അപ്പൊ ശാന്തൻ പൈപ്പ് നന്നാക്കി. എന്നിട്ട് അവ താഴെ വന്ന് എന്നോട് വിളിച്ചു പറഞ്ഞു, ചേച്ചി ഞാൻ പൈപ്പ് ശരിയാക്കിയിട്ടുണ്ടേ, ഞാൻ പോണേ എന്ന് പറഞ്ഞിട്ട് അവൻ പോയി. എന്ത് മനസ്സിലായി? എന്റെ ഇച്ചായ ഇന്നലെ ഇച്ചായൻ പുറത്തു പോയ സമയത്ത് ശാന്തൻ നമ്മുടെ ബെഡ്റൂമിലുണ്ട്. ഇച്ചായന്റെ പേഴ്സും അവിടെ ഉണ്ട്. അതാണ്. ഇവൻ നേരത്തെ ഇത്തിരി കള്ളത്തനം കയ്യിലുള്ളവനാ. 1-2 പ്രാവശ്യം പോലീസ് പിടിച്ചിട്ടുമുണ്ട്. പക്ഷെ ഈ അടുത്ത കാലത്ത് മര്യാദക്കൊക്കെ ജീവിക്കുന്നെന്നാണ് നാട്ടുകാര് പറഞ്ഞത്. അവൻ തന്നെ അവൻ തന്നെയായിട്ട് നമ്മുടെ കാശെടുത്തത്. പക്ഷെ നമ്മുടെ കയ്യിൽ തെളിവില്ലല്ലോ. അതല്ലേ പ്രശ്നം.
സംഭവം അവനെ എങ്ങനെ പൊക്കും? എങ്ങനെ പൊക്കും? വെളിയിൽ എവിടെയെങ്കിലും ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ എടുത്തില്ലെന്നേ പറയുള്ളൂ. അവനെ തന്ത്രപരമായിട്ട് ഇവിടെ വരുത്തിക്കണം. ഇവിടെ എങ്ങനെ? നീ എന്തെങ്കിലും കള്ളം പറഞ്ഞവനെ വിളിക്കേ. ഞാൻ വിളിച്ച അവൻ വരില്ലെന്നേ. ഞാൻ ഇവിടെ ഇല്ലാന്ന് പറഞ്ഞാൽ മതി. ഞാൻ വിളിക്കണോ? നീ വിളിച്ചാൽ അതൊരു പ്രശ്നമില്ല. ശാന്തൻ. ഹലോ ഹലോ, ശാന്തനല്ലേ? അതെ, ശാന്തനാണ്. ശാന്തൻ എവിടാ? ഞാനിവിടെ ഉണ്ട്. അതെ ശാന്ത, ഒന്ന് ഇതുവരെ വരാവോ? എന്താ കാര്യം? അതെ, ഒരത്യാവശ്യ കാര്യ. ശാന്തം വന്നാലേ നടക്കൂ. അയ്യോ, ഒന്നും സമയമില്ല. ഇപ്പൊ ഒരിടം വരെ പോവാൻ വേണ്ടിയിരിക്കണം. അയ്യോ ശാന്ത, ഞാനല്ലേ പറയുന്നേ, ഒന്ന് ഇതുവരെ വന്നിട്ട് പോ പ്ലീസ്. ടോമിച്ചൻ സാറില്ലേ? ഇച്ചായൻ ഇല്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ശാന്തം വരുമോ? പിന്നെ ഞാൻ വരാതിരിക്കോ? താങ്ക് യു ശാന്ത. ഒരു 5 മിനിറ്റ്. എന്തിനാ നോക്കണം? ഞാൻ വിചാരിച്ച പോലെ നല്ലല്ലടി. ഞാനല്ലാണ്ട് ശാന്ത, നീ ഇങ്ങ് വാന്ന് പറഞ്ഞ് ഇച്ചായം വിളിക്കണ പോലെ വിളിച്ചാൽ അവൻ ഇങ്ങ് വരുമോ? അല്ല, ടോമിച്ച ഇവിടെ ഇല്ല എന്നൊക്കെ പറഞ്ഞപ്പോഴുള്ള നിന്റെ ചില ഭാവവ്യത്യാസങ്ങൾ കണ്ടതുകൊണ്ട് ഞാൻ പറഞ്ഞതല്ലേ ഉള്ളൂ. എന്റെ പൊന്നേ, ഇച്ചായ അവനാ നമ്മുടെ കാശ് എടുത്തേന്ന് ഇരിക്കട്ടെ. ഇച്ചായൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ അവൻ വരുമോ? എന്റെ ഇച്ചായ, ബുദ്ധി വേണം, ബുദ്ധി. അവൻ എങ്ങനെയെങ്കിലും ഇവിടെ വർദ്ധിക്കണ്ടേ? അല്ലേ, ശാന്ത വരുമ്പോഴേ ഇങ്ങോട്ട് നോക്കടി. ശാന്ത വരുമ്പോ തന്ത്രപരമായ രീതിയിലായിരിക്കണം അവനെ കൈകാര്യം ചെയ്യുന്നത്. വന്ന് നിന്നുടനെ പൈസ എടുത്താടാ എന്ന് ചോദിക്കരുത്, എങ്കിൽ അവൻ പറയില്ല. ഒന്നാമത്തെ കാര്യം, നമ്മുടെ കയ്യിൽ തെളിവില്ല. 2, തൊണ്ടിയും കാണൂല. കാരണം അവൻ ഇന്നലെ തന്നെ അത് ചെലവായി കാണും. അതുകൊണ്ട് വരുമ്പോ വളരെ തന്ത്രപരമായ രീതിയിൽ അവനെ കൈകാര്യം ചെയ്യാവും. ഇതിനെ പൊട്ടി ഇച്ചായൻ എന്നെ പഠിപ്പിക്കണ്ട കേട്ടാ. ശാന്തന കാശ് എടുത്തതെന്ന് കണ്ടുപിടിച്ചത് ഞാനല്ലേ, അല്ലേ? ആ ഒരു ബുദ്ധി പോലും ഇച്ചായന് പോയില്ലല്ലോ. എന്റെ ഇച്ചായ, ഇത് കുറ്റാന്വേഷണമാണ്, ഇൻവെസ്റ്റിഗേഷൻ. അത് ഇച്ചായനെ പോലെ ഒരു ഡൂക്കിന് സ്കൂൾ അധ്യാപകന് പറഞ്ഞിട്ടുള്ളതല്ല. നീ ആരാണ്? ഹലോ, നീ ആരാണ്? 48 PSC ടെസ്റ്റ് എഴുതി പച്ച തൊടാതെ പൊട്ടിത്തരിപ്പണമായ മണ്ടി എല്ലടി നീ അല്ലേ? നിനക്കെന്താണ് കുറ്റാന്വേഷണത്തിന് നേരത്തെ മുൻപരിചയം വല്ലതും ഉണ്ടോ? മുൻപരിചയമൊന്നുമില്ല, പക്ഷേ ഞാനൊരു പോലീസ് ഫാമിലിയിൽ ഉള്ളതാണ്. എന്റെ ഏട്ടൻ ഈ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു മിടുക്കനായ പോലീസ് ഉദ്യോഗസ്ഥനാണ്. പിന്നെ എന്റെ അമ്മാവൻ നല്ല ഒരു ASI ആണ്, ASI രാജൻ. അപ്പൊ ആ ഒരു പോലീസ് ബുദ്ധി എനിക്ക് കിട്ടാതിരിക്കുമോ മോനെ? എന്റെ മോളെ സ്നേഹലതേ, ചേട്ടനും അമ്മാവന് പോലീസിലാണെന്ന് പറയുന്നത് നിനക്ക് പോലീസിന്റെ ബുദ്ധി കിട്ടണമെന്നില്ല. ഈ ശാന്തനെ ചോദ്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ വേണ്ടത് ബുദ്ധിപരമായ കഴിവുകളാണ്. ആ ബുദ്ധി എനിക്കുണ്ട്, നിനക്കില്ല. എന്നിട്ടാണോ ഇച്ചാൻ ശാന്തന്റെ കാര്യം ഓർക്ക പോലും ചെയ്യാത്തെ? അത് ശാന്തം വന്നപ്പോ ഞാൻ ഇവിടെ ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ശാന്തനെ കണ്ടില്ല, ഞാൻ ഓർത്തില്ല, അത്രേ ഉള്ളൂ. ചുമ്മാ മുട്ടൊക്കെ ഞാൻ പറയല്ലേ ചായ. എന്ത് ന്യായം? അത് തന്നെയാണ് ന്യായം, അത് തന്നെയാണ് ന്യായം. ശാന്തൻ ഇവിടെ വന്ന് മോഷ്ടിക്കാനുള്ള കാരണക്കാരിയാരാ? നീ. പിന്നെ അല്ലാതെ ശാന്തൻ ഇവിടെ വന്നപ്പോ അവനെ നേരെ പിടിച്ച് ബെഡ്റൂമിൽ കൊണ്ടാക്കിയിട്ട് നീ പതുക്കെ നടന്നിറങ്ങി ഇവിടെ വന്ന് അടുക്കളയിലിരുന്നു അല്ലേ? എടേ, സാധാരണ കള്ളന്മാരൊരു വീട്ടില് പാത്തും പതുങ്ങിയും വന്ന് വീട് കുത്തി തുറന്ന് പൂത്ത് പൊളിച്ചൊക്കെയാണ് ഓരോ സാധനങ്ങൾ എടുത്തോണ്ട് പോകുന്നത്. ഇവിടെയാണെങ്കിലോ വീട്ടുകാർ നേരെ കള്ളനെ വിളിച്ചു വരുത്തുന്നു, ആനയിക്കുന്നു, ബെഡ്റൂമിൽ കൊണ്ട് ഇരുത്തുന്നു, എന്നിട്ട് അവള് മൈൻഡ് ചെയ്യാതെ ഇവിടെ വന്ന് അടുക്കളയിരുന്ന് കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് എന്റെ അടുത്ത് പറയുന്നു ഇതാണ് പോലീസ് ബുദ്ധി എന്ന്. കൊള്ളാം, നല്ല പോലീസ് ബുദ്ധി. നീ പോയി വാതിൽ തുറക്ക്. അങ്ങോട്ട് തുറക്ക്. ഞാൻ തുറന്ന എങ്ങനെ? ഞാൻ ഇവിടെ ഇല്ലെന്നല്ലേ നീ ഫോണിൽ വിളിച്ച് പറഞ്ഞിരിക്കുന്നേ. നീ പതുക്കെ തഞ്ചത്തിന് വാതിൽ തുറന്ന് അവനെ കൊണ്ടുവരണം. അപ്പൊ ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കും. അവൻ ഞെട്ടിപ്പോ. ഞാൻ എന്നിട്ട് തഞ്ചത്തിൽ ചോദ്യം ചോദിക്കുമ്പോ അവൻ തത്ത പറയുന്ന മണി മണി മല പറയും. ചെല്ല് ചെല്ല് ചെല്ല്. ഞാൻ ഇല്ല. മോനെ ശാന്ത,
എടറാ എന്റെ 2000 രൂപ. ആ ശാന്തനോ ഇത്ര പെട്ടെന്ന് എത്തിയോ? ചേച്ചി വിളിച്ചാൽ വരാതിരിക്കാൻ പറ്റൂ? എന്താ വിളിച്ചത്? മനസ്സിലായില്ലേ? ഇല്ല. വാ അകത്തിരുന്ന് സംസാരിക്കാം. സാറില്ലേ? വാ. ആരിത്? ശാന്തനോ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വാ വാ. സാറിവിടെ ഉണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. ഞാനിവിടെ ഉണ്ടാവുമെന്ന് തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ? അല്ല, സാറോടുള്ള കാര്യം ചേച്ചി പറഞ്ഞില്ല. ഞാൻ ഇവിടെ ഇല്ലാന്ന് അറിഞ്ഞ ഉടനെ ശാന്തങ്ങ കയറി പോന്നു അല്ലേ? അല്ല, ചേച്ചി പറഞ്ഞു എന്തോ അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ വന്നതാ. ഉണ്ട്, അത്യാവശ്യമുണ്ട്. വാ വാ, ഇരി വാ. വാന്നേ. ആദ്യമേ ഞാൻ ചോദിക്കട്ടെ ശാന്ത, ഓ, ഞാനിവിടെ ഉണ്ട് എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ശാന്ത വരുമായിരുന്നോ? അത് പിന്നെ വരൂലായിരുന്നു. ഇരിക്കുന്ന എന്റെ ഭാര്യ ലതയുടെ ഒരു ചേട്ടനുണ്ട്, പ്രേമദാസൻ. ആരാണെന്നറിയാമോ? പോലീസ്. അതുപോലെ തന്നെ ഇവരുടെ ഒരു അമ്മാവനുണ്ട്, രാജൻ സാറ്. രാജൻ സാർ ആരാ? ASI. ചുരുക്കി പറഞ്ഞാൽ 2 പോലീസുകാർ ബന്ധുക്കളായുള്ള ഞങ്ങളുടെ ഈ വീട്ടിൽ ഒരു അതിക്രമം നടന്നാൽ പോലീസ് വരുമോ ഇല്ലയോ? അതിപ്പോ അതിക്രമം എന്തോ നടന്നു? ഒന്നും അറിയത്തില്ലേ? കൊള്ളം പറയില്ലേ? അവന്റെ മുഖം കണ്ടറിയുമ്പോഴാ കാശ് എടുത്തേന്ന്. ക്യാഷോ? ഞാൻ എടുത്തിട്ടൊന്നുമില്ല. ശാന്ത, എന്റെ പേഴ്സിലിരുന്ന പൈസ പിന്നെ ആരാ എടുത്തത്? പേഴ്സിന് ഞാൻ എടുത്തിട്ടൊന്നുമില്ല, എനിക്കറിയത്തില്ല. ഓ, കൊള്ളം പറയരുത്. ഞാൻ ഇപ്പൊ എന്റെ പ്രേമേട്ടനെ വിളിക്കും. എന്റെ പ്രേമേട്ടൻ വന്ന പ്രേമേട്ടൻ നിന്നെ പപ്പടമാക്കും. ഇടിച്ച് നിന്റെ നാട്ടിലെ പൊട്ടിക്ക് കൂട്ടി നിന്നെ. ഇതൊക്കെ ചെയ്തിട്ട് എന്തിനാ? ഞാൻ കാശ് എടുത്തിട്ടില്ല. നിക്ക ശാന്ത, ശാന്തൻ ഇന്നലെ ഇവിടെ വന്നതിന് ശേഷം പിന്നെ വേറെ ഒരൊറ്റ ആൾ ഇവിടെ വന്നിട്ടില്ല. എന്റെ പേഴ്സിൽ കാശുണ്ടെന്നുള്ള കാര്യം എനിക്ക് നല്ല ഉറപ്പുണ്ട്. പിന്നെ ആ പേഴ്സിൽ കാശ് എന്ത് ചെയ്യും? അതിപ്പോ എന്റെ അടുത്ത് പറയണ എന്തിനാ? ഞാൻ കാശ് എടുത്തിട്ടില്ല. എന്റെ ഇച്ചായോ ഇങ്ങനെ ചോദിച്ചിട്ട് കാര്യമാണ്. ഞാൻ ഇപ്പൊ പ്രേമേട്ടനെ വിളിക്കും. എന്തിന്? SI അല്ല DGP വന്നാലും ശരി, ഞാൻ എടുക്കാത്ത കാശ് എങ്ങനെ തിരിച്ചു തരും? ഇനി എന്നെ പോലീസ് ഇടിച്ചു കൊന്നാലും ശരി, ഞാൻ എടുത്തിട്ടില്ല. കാശ് എടുത്തൊക്കെ ഞാൻ ഇവിടെ കയറി വരുമായിരുന്നാ? വിളിച്ചു വരുത്തേ ഞാനല്ലേ. ശാന്തനക്കാരും ഭയങ്കരമാരി ഇവിടെ വരും. അല്ല, പറ്റിച്ച് ഞാൻ വിളിച്ചു വരുത്തുന്നു. സാറേ, രാമൻകുട്ടിയുടെ കടയിൽ ഒരു 300 രൂപ കൊടുക്കാണ്ടായിരുന്നു ചായ കുടിച്ചതിന്റെ. ആ കാശ് കൊടുക്കാത്തതിന്റെ പേരിൽ എന്നെ ഒരുപാട് തെറി പറഞ്ഞു. സാറിന്റെ കാശ് എടുത്ത് ഞാൻ അവന് കൊടുക്കൂലായിരുന്നു 300 രൂപ. സത്യമായിട്ട് ഞാൻ കാശ് എടുത്തില്ല സാറേ. തൽക്കാലം ശാന്തം വയ്ക്കോ, പക്ഷെ രക്ഷപ്പെട്ടെന്ന് വിചാരിക്കരുത്. ശരി സാർ. അവന് വിടണ്ടായിരുന്നു ചായ. അവനെ പിടിച്ച് 2 പൊട്ടിച്ചെങ്കിൽ അവൻ ഇപ്പൊ സത്യം പറഞ്ഞേനെ. വേണ്ട പോട്ട്. ഇക്കാന് വേണമെങ്കിൽ പിന്നെ എനിക്കെന്തിനാ 2000 രൂപ? ആകാശം പോയി. എന്ത് ചായ? വല്ലാത്തൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടല്ലോ മോളെ. എന്ത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക്? നീ നേരത്തെ അവിടെ പറഞ്ഞെന്താണ്? ഇച്ചായന്റെ പൈസ പോയതിൽ ഇച്ചായന് വിഷമമില്ലെങ്കിൽ പിന്നെ എനിക്കെന്ത് വിഷമമാണെന്നല്ലേ? ഞാൻ സത്യമല്ലേ പറഞ്ഞത്? കൈ കിട്ടിയ ശാന്തനെ വിട്ട് കളഞ്ഞത് ഇച്ചാൻ തന്നെയല്ലേ? ശാന്തനെ വിട്ട് കളഞ്ഞത് അവനല്ല, ഈ പൈസ എടുത്തെന്ന് എനിക്ക് പൂർണ്ണമായ ബോധ്യം ഉള്ളത് കൊണ്ട് തന്നെയാണ്. എന്ത് ബോധ്യം? എടി, കക്കണമെന്ന മുൻവിധിയോടുകൂടി വീട്ടിലേക്ക് കയറുന്ന കള്ളൻ അവന്റെ കയ്യിൽ ഒതുങ്ങുന്ന സകല സാധനങ്ങൾ എടുത്തോണ്ട് പോകൂലേ? എന്റെ മോളെ, ഇപ്പോഴും നിന്നെ തന്നെയാണ് എനിക്ക് സംശയം. നീ 2000 രൂപയുടെ ചുരിദാർ വാങ്ങിച്ചോണ്ട് വാ, അപ്പ ഞാൻ നിനക്ക് കാണിച്ചു തരാം. ജോണിക്കുട്ടി ചേട്ടൻ എന്താ രാവിലെ? സാറില്ലേ? ആ ഉണ്ട്. ഞാൻ സാറിനെ കാണാൻ വന്നതാ. സാറ് രാവിലെ സ്കൂളിൽ പോയി കാണുമെന്നുള്ള പേടിയിലാണ് ഞാൻ വന്നത്. സ്കൂളിൽ പോകാൻ സമയമായില്ലല്ലോ. ജോൺ ചേട്ടൻ വാ. ജോൺ ചേട്ടൻ ഇരിക്കേ.
ഞാൻ ഇച്ചായനെ വിളിക്കാം. ഇച്ചായ. ആ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? ഓ നമുക്കെന്തൊരു വിശേഷം, ഇങ്ങനെ കഷ്ടപ്പെട്ടൊക്കെ അങ്ങ് ജീവിച്ചു പോണം. പക്ഷെ ഇന്നലെ ഇവിടെ ഒരു ഭയങ്കര സംഭവം ഉണ്ടായി. എന്ത് എന്ത് മോഷണോ? ഇവിടെയോ? എന്നിട്ട് ഇന്നലെ വൈകുന്നേരമാണ് സംഭവം. ജോൺ ചേട്ടാ ഇച്ചായ സ്കൂളിൽ പോയിട്ട് വന്നിട്ട് ഒന്ന് പുറത്തോട്ട് പോയി. അപ്പോഴാവാനാ സാധ്യത. നമ്മൾ ഇന്നലെ വൈകുന്നേരം അറിഞ്ഞില്ല, ഇന്ന് രാവിലെ കാര്യം അറിയുന്നേ. എന്റെ കർത്താവേ, വന്ന് ടോമിച്ച് സാറിന്റെ വീട്ടിലും കള്ളം കയറിയ. അയ്യോ, ഇങ്ങനെ പോകണമെങ്കിൽ ഈ നാട് എങ്ങനെ രക്ഷപ്പെടും? നമുക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ അവനെ അങ്ങ് പൊക്കി. പേര് പറയുന്നത് മോശമല്ലേ? അവനതെ ഇപ്പോട്ടെ തിരിച്ച് മാറി ഞങ്ങൾ ചോദിച്ചു. അവ സമ്മതിച്ചിട്ടില്ല. പക്ഷെ 2 എണ്ണം പൊട്ടിച്ചെങ്കിൽ അവ സത്യം പറഞ്ഞനെ. ഇച്ചായ സമ്മതിച്ചില്ലെന്നേ. കളഞ്ഞില്ലേ? എന്റെ പൊന്ന് സ്നേഹലതേ, ഇത്തരം മരത്തര കൈ കിട്ടിയാലേ ചന്നം പിന്നെ അങ്ങ് അടിച്ചേക്കണം. എങ്കിലേ ഇവന്മാരൊക്കെ പഠിക്കൂ. പിന്നെ ഒരിക്കലും ഇവന്മാര് മോട്ടിക്കാൻ ഇറങ്ങൂല. ഇതാര് ജോണി ചേട്ടനാ? എന്ത് രാവിലെ തന്നെ? എന്റെ ഇച്ചായ, ഞാൻ പറയുന്നേ എന്നെ ഈ ജോണി ചേട്ടനും പറയുന്നേ. എത്ര നിസാര കള്ളത്തരമാണെങ്കിലും അത് പോലീസിനെ അറിയിക്കണമെന്ന്. ആ കള്ളനെ ഉറപ്പായിട്ടും പിടിക്കണം. പിന്നല്ലാതെ ടോമിച്ച് സാറിന്റെ വീട്ടിൽ കള്ളം കയറിയാൽ 24 മണിക്കൂറിനകം അകത്താവുന്ന അവന്മാര് മനസ്സിലാക്കണം. പിന്നെ ഒരു കള്ളന്മാരും ഈ വീടിന്റെ പരിസരത്ത് വരത്തില്ല. ഇപ്പൊ ജോണിക്കുട്ടി ചേട്ടൻ രാവിലെ തന്നെ ഇങ്ങോട്ട് വന്ന എന്തിന്? സാറേ, ഞാൻ ഇത് തരാൻ വന്നതാ. ഇന്നലെ ചാക്കോ ചേട്ടന്റെ ഇറച്ചിക്കടയിൽ വെച്ച് സാറിന് ഞാൻ 2000 രൂപ കടം മേടിച്ചില്ലേ? ആ പൈസ എന്നത് ഞാൻ ഇന്ന് രാവിലെ ഇവിടെ കൊണ്ട് തരാന്ന് പറഞ്ഞില്ലേ സാർ സ്കൂളിൽ പോകുന്നതിന് മുമ്പായിട്ട്. സാറിന്റെ അടുത്തൊരു വാക്ക് പറഞ്ഞാൽ അത് തെറ്റിച്ചാ സാർ എന്നെ വിടൂലെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് രാവിലെ ഞാൻ ഇങ്ങ് വന്നത്. പിടിക്ക് സാറേ, പിടിക്ക്. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ സാർ. പിന്നെ കള്ളന്റെ കാര്യത്തിൽ എന്ത് സഹായം വേണമെങ്കിലും എന്നോട് ആവശ്യപ്പെടാം. അവനെ നമുക്ക് ഇടിച്ച് നട്ടലൊടിക്കാം സാറേ. അത് ജോണിക്കുട്ടി ചേട്ടാ, ഈ ചെറിയ കേസല്ലേ, അതിന്റെ പിറകെ വെച്ച് കെട്ടി നടക്കാൻ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അങ്ങ് വിട്ടുകളയാ. സാറിന് താല്പര്യം ഇല്ലെങ്കിൽ വേണ്ട. എന്നാ പിന്നെ ഞാനങ്ങോട്ട് പെട്ടെന്ന് $2000 അവിടെ ഇരിക്കും. സ്കൂളിൽ പോകാൻ സമയമായി. സ്കൂളിൽ പോണം. പക്ഷേ ഇച്ചാൻ എന്നോട് എന്താ നേരത്തെ പറഞ്ഞത്? ഇച്ചാന് കമ്പ്യൂട്ടറിന്റെ ഓർമ്മശക്തിയാണ്, ചെലവാകുന്ന ഓരോ കാശിനും കണക്കുണ്ട് എന്നൊക്കെയല്ലേ? പക്ഷേ ഈ 2000 രൂപയുടെ കണക്ക് എവിടെ? അല്ല, അതിപ്പം മനുഷ്യരല്ലേ, ചെറിയൊരു ഓർമ്മ പെസക് അത് വരാല്ലോ. പിന്നെ നീ ഇതിപ്പോ ആരുടെ പറയാനൊന്നും പോണ്ട. എന്തായാലും കളഞ്ഞു പോയി എന്ന് കരുതിയ നമ്മുടെ പൈസ തിരിച്ചു കിട്ടിയല്ലോ. കിട്ടി. ഞാൻ ആരോടും പറയത്തില്ല. പക്ഷേ അതിന് ചെലവൊക്കെ ചെയ്യണം. എന്ത് ചെലവാണ്? എന്റെ ചുരിദാർ. അതെ, കളഞ്ഞു പോയ 2000 രൂപ തിരിച്ചു കിട്ടിയതല്ലേ? അതിലൊരു 1000 രൂപയ്ക്ക് ചുരിദാർ മേടിച്ചാൽ ഇപ്പൊ എന്താ ചായ? അതൊരു അനാവശ്യ ചെലവല്ലേ? അതെ, പക്ഷേ ചുരിദാർ വാങ്ങിച്ച് തന്നില്ലെങ്കിൽ ഞാനേ ചെലപ്പോ ഇനി ആരോടെങ്കിലും പറഞ്ഞു പോയാലോ? പറയണ്ട, ചുരിദാർ വാങ്ങിച്ചു തരാം. വേണ്ടല്ലേ?